വീണ്ടും ഗവർണറുടെ 6 വഷള നാടകം കളിയാണ് ഇന്നലെ കണ്ടത്. നടു റോട്ടിൽ കുത്തിയിരുന്നുള്ള നാടകം. അല്പം സാംസ്കാരികം ചേർത്ത് പറഞ്ഞാൽ, അല്പനർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊടപിടിക്കും. എന്നാൽ ഞങ്ങൾ മലപ്പുറത്തുകാരുടെ ഭാഷയെ പറഞ്ഞാൽ തൂറാത്തം തൂറിയ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ഗവർണറുടെ അവസ്ഥ. ഇങ്ങനെ ഒരു ഗവർണർ ഇന്ത്യയുടെ ചരിത്രത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല, ഉറപ്പാണ്. ഇല്ലാത്ത കാശ് മുടക്കി കടിക്കുന്ന പട്ടിയെ വാങ്ങിയ പോലെയായി കേരളക്കാരുടെ അവസ്ഥ. ശരിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെ അനാവശ്യമായ ഒരു പദവിയെന്ന്. ചില ഇഷ്ടക്കാരെ അക്കമഡേറ്റ് ചെയ്യാൻ മാത്രമാണെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ഭരണഘടനാപരമായി ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു റബ്ബർ സ്റ്റാമ്പ്, അത്രയേ ഉള്ളൂ. രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കുന്ന, കേന്ദ്ര ഗവൺമെൻറ്റിനോട് രാജാവിനേക്കാൾ വലിയ രാജ്യഭക്തി കാണിക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പലപ്പോഴും മാമുക്കോയെ അനശ്വരമാക്കിയ കീലേരി അച്ചു എന്ന കഥാപാത്രത്തെ നാണിപ്പിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത്. വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുക എന്നത് രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളുമായിട്ടാണ് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതിനൊരു അപവാദമായിട്ടുള്ള ഈ കേരളത്തിൽ ഗവർണർ കൂടിയായ യൂണിവേഴ്സിറ്റി ചാൻസലറെ ഉപയോഗിച്ച് RSSൻ്റെ അജണ്ട നടപ്പിലാക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്. യൂണിവേഴ്സിറ്റി സെനറ്റിലേക്ക് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളുടെ പേരുകൾ യൂണിവേഴ്സിറ്റി നിർദ്ദേശിച്ചപ്പോൾ അത് അംഗീകരിക്കാതെ ഒരു യോഗ്യതയും ഇല്ലാത്ത ABVPക്കാരെ തിരികെ കയറ്റാൻ നോക്കിയതിനെതിരെ SFIയും പുരോഗമന പ്രസ്ഥാനങ്ങളും വലിയ എതിർപ്പുമായി വന്നു. ഹൈക്കോടതി വരെ അതിനെ എതിർത്തു, ആ ലിസ്റ്റ് റദ്ദാക്കാൻ പറഞ്ഞു. എന്നിട്ടും KPCC പ്രസിഡന്റ് K സുധാകരൻ അതിനെയും ന്യായീകരിച്ചു. സംഘിയുടെ ആസനം താങ്ങിയകളിൽ നിന്നും മറ്റൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്നതിനാൽ അത് കേട്ടിട്ട് ആരും ഞെട്ടിയില്ല. കഴിഞ്ഞ ദിവസമാണ് നിയമസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പൂർണ്ണമായിട്ടും വായിക്കാതെ മിനിറ്റുകൾ കൊണ്ട് അവസാനിപ്പിച്ചത്. ആ ചർച്ചയുടെ ചൂടാറും മുമ്പേ ഇതാ കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും അതിർത്തി പ്രദേശത്ത് നിന്ന് ഒരു വാർത്ത വരുന്നു. SFIക്കാർ ഗവർണർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും കരിങ്കൊടി കാണിക്കുകയും ചെയ്തിരുന്നു അവിടെ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ വണ്ടി നിർത്തി സമരക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ കയർത്ത് സംസാരിക്കുകയും റോഡിൽ സ്റ്റൂളിട്ട് കുത്തിയിരുന്ന് സമരം നടത്തുകയും ചെയ്തു. നിലമേൽ എന്ന പ്രദേശത്ത് നടന്ന പ്രസ്തുത സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ചാനൽ ചർച്ചയിൽ മാധ്യമ പ്രവർത്തകനായ M ജയചന്ദ്രൻ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ആ ചർച്ചയുടെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നിലമേൽ പ്രശ്നത്തില് കേരള നിയമസഭയിൽ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളും രാഷ്ട്രീയ നേതാക്കളും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും പൊതുസമൂഹവും മാത്രമല്ല ഹൈക്കോടതി ഉൾപ്പെടെയുള്ള പരമോന്നത കോടതികൾ വരെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ചാൻസലറുടെ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെ, നടപടികൾക്കെതിരെ ഒന്നിലേറെ തവണ ഉത്തരവുകൾ കോടതികൾ പാസാക്കുകയും ഈ നിയമസഭ ഉൾപ്പെടെ തീരുമാനങ്ങൾ എടുക്കുകയും പൊതുസമൂഹം ഉൾപ്പെടെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാൻസലർ എന്ന നിലയിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്ന തെറ്റായ നിലപാടുകളെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പ്രൊട്ടക്ഷൻ കൊണ്ട് സംരക്ഷിക്കാനാണ്, നോക്കാനാണ് അദ്ദേഹം നിരന്തരം ശ്രമിക്കുന്നത്. അതാണ് ഈ പ്രശ്നത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വശം. നമ്മൾ കാണേണ്ടത് അതാണ്. ഇന്നും അതുതന്നെയാണ് കണ്ടത്. SFIക്ക് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ഒരു തർക്കവുമില്ല, വിദ്വേഷവുമില്ല. അവർ ചാൻസലർ എന്ന നിലയിൽ ഇദ്ദേഹം കാണിച്ച ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ, ഹൈക്കോടതി ഇപ്പോഴും സ്റ്റേയിൽ നിർത്തിയിരിക്കുന്ന സെനറ്റിലേക്കുള്ള ഇൻഡക്ഷൻ, നോമിനേഷൻ, അതിനെയാണ് ചോദ്യം ചെയ്തത്. ആ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കും, കരിങ്കൊടി കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായിട്ടല്ല, പരസ്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ആ ചാൻസലറുടെ പദവിയിലിരിക്കുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ എന്ന തനിക്കുള്ള ഭരണഘടനാപരമായ പദവി ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇതിനെ ചാലഞ്ച് ചെയ്യാനാണ് തെരുവിലിറങ്ങുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് ഈ സംഗതി? ഈ ഗവർണർ അദ്ദേഹം നിയമപരമായി ഒരു അധികാരി, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ കണ്ട പ്രകാരം സ്വാതന്ത്ര്യത്തിന് മുൻപ് നമ്മുടെ ഭരണഘടനാ ശില്പികൾ നൽകിയ ഒരു നിയമന അധികാരി മാത്രമാണ് ഗവർണർ. നമ്മൾ എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ്, ഭരണഘടനാപരമായി വെച്ചിരിക്കുന്ന റബ്ബർ സ്റ്റാമ്പ്. ഇത് യൂണിയൻ ഗവൺമെന്റ് പ്രതിനിധിയല്ല, ഇന്ത്യൻ പ്രസിഡന്റിന്റെ, രാഷ്ട്രപതിയുടെ പ്രതിനിധിയായിട്ടാണ് സംസ്ഥാന ഗവർണർമാരെ വിഭാവനം ചെയ്തിരിക്കുന്നത്. പക്ഷെ നോക്കൂ, ഇന്നത്തെ കേസിൽ ഇദ്ദേഹം ആരെയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്?
ഇദ്ദേഹം കോണ്ടാക്ട് ചെയ്യുന്നത് മോഹൻ, നിങ്ങൾ അമിത്ഷായെ വിളിക്കൂ, നിങ്ങൾ മോദിജിയെ വിളിക്കൂ, പിന്നെ വൈസ് പ്രസിഡന്റിനെ വിളിക്കൂ എന്ന് ജ്വലിക്കുകയാണ് തെരുവിൽ കടന്ന്. പക്ഷേ പ്രസിഡന്റിന് താൻ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും അപ്പീൽ നൽകിയിട്ടുണ്ടെന്നോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നോ ആരിഫ് മുഹമ്മദ് ഖാനോ അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന മാധ്യമങ്ങളോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 2:25 രാജ്ഭവനിൽ നിന്നൊരു ട്വീറ്റ് ഉണ്ട് ഗവർണറുടെ എക്സിൽ. അതിൽ പറയുന്നത് പിന്നെ കേരള ഗവർണർക്കും കേരള രാജ്ഭവനും Z+ സെക്യൂരിറ്റി നൽകാൻ ആഭ്യന്തര വകുപ്പ്, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കണം, SFIയുടെ സമരം കേരള ഗവർണർക്കെതിരെ അല്ല. പക്ഷേ ട്വീറ്റിൽ വരുന്നത് കേരള ഗവർണർക്കും കേരള രാജ്ഭവനും Z+ സെക്യൂരിറ്റി അനുവദിച്ചിരിക്കുന്നു. അപ്പൊ എന്താണ്, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് സുവ്യക്തമല്ലേ? രാവിലെ നിലമേൽ പോയി ഇരുന്ന് 1.5 മണിക്കൂർ കഴിയുമ്പോഴേക്ക് പിന്നെ തീരുമാനമാകുന്നു. 2:25 ഉത്തരവ് രാജ്ഭവനിൽ തന്നെ ഇറങ്ങുകയാണ്. അതിനു മുമ്പേ പിന്നെ ഡൽഹിയിൽ നിന്ന് ആ ഉത്തരവ് ലഭിച്ചിട്ടുണ്ടാകണമല്ലോ. സ്വാഭാവികമായും അത് ലഭിച്ചിട്ടുമുണ്ട്. പിന്നെ ആഭ്യന്തരമന്ത്രി വിളിക്കുന്നു, ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് വിളിക്കുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പൊ ഇതൊക്കെ നേരത്തെ തന്നെ ആലോചിച്ച് വെച്ചിട്ട്, അല്ലാതെ രാവിലെ നിലമേൽ പോയി ഇരുന്ന് 1.5-2 മണിക്കൂർ ഇരുന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ Z+ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്ന ആർക്കും അറിയുകയും ചെയ്യാം. അത് ശ്രീ കൃഷ്ണദാസിനും അതിലൊരു വ്യക്തത കൂടി ആവശ്യമുണ്ട്. ശ്രീ എം ജയചന്ദ്രൻ, Z+ കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള വ്യക്തിത്വം തന്നെയാണ് ഭരണഘടന പ്രാധാന്യമുള്ള ആൾ തന്നെയാണ് ഗവർണർ എന്ന് പറയുന്നത്. പക്ഷേ സംസ്ഥാന പോലീസിന് പകരം ഇപ്പോൾ CRPF-നെ കൊണ്ടുവരുന്നു എന്നത് മാത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വളരെ രസകരമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് വരാം. അല്ല, അതിനകത്ത് ഇതിൽ അതുമായി ബന്ധപ്പെട്ട നീലിമ പറഞ്ഞ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഒന്നും മാറ്റാൻ പോകുന്നില്ല നീലിമ. അതാണ് പ്രധാനപ്പെട്ട സംഗതി. ഇപ്പം പിന്നെ കേരള പോലീസിന്റെ സെക്യൂരിറ്റി ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ തുടരും. ഇദ്ദേഹം ഈ പദവിയിൽ ഇരിക്കുന്ന കാലത്തോളം കേരള പോലീസിന്റെ സെക്യൂരിറ്റി നിശ്ചയമായി ഉണ്ടാവും, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പക്ഷേ പിന്നെ CRPF-നാണ് ഇന്നർ റിംഗ് സെക്യൂരിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത്. ഔട്ടർ റിംഗ് സെക്യൂരിറ്റിയിലേക്ക് മാറും കേരള പോലീസ്. അതാണ് വരാൻ പോകുന്നത്, അത്രേ ഉള്ളൂ. പക്ഷേ മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, CRPF ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ പ്രത്യേകമായിട്ട്? ഒന്നുമില്ലല്ലോ. ഇവിടെ പ്രശ്നം, തർക്കം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനോട് ഇവിടെ തർക്കമില്ലല്ലോ കേരളീയ പൊതുസമൂഹത്തിനൊന്നും. പ്രശ്നം വിദ്യാർത്ഥി സമൂഹം പിന്നെ പ്രതിഷേധിക്കുന്നത് ഇക്കാര്യത്തിലാണെന്നേ. ചാൻസലർ എന്ന നിലയിൽ അദ്ദേഹം സ്വീകരിക്കുന്ന തെറ്റായ നടപടികൾ, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ, അതിനെതിരെയാണ് പ്രതിഷേധം. ആ പ്രതിഷേധത്തെ നേരിടാനായിട്ടാണ് ഈ നാടകം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഡൽഹിയിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ എന്തെങ്കിലും ഒരു പിന്നെ നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ. Z+ എന്നുള്ളത് പ്രൊവൈഡ് ചെയ്യാനും അത് വാർത്തയാക്കാനും മീഡിയയിൽ വഴി ഒരു ഹൈപ്പ് ഉണ്ടാക്കാനും കഴിയും. അതാണ്, ആ നാടകമാണ് നടന്നത്. നീലിമ പറഞ്ഞതുപോലെ ആ വീഡിയോ എന്റെയിലും ഉണ്ട്. ഒരൊറ്റ ആൾ പോലും, SFIയുടെ ഒരാൾ പോലും അദ്ദേഹത്തിന്റെ കാറിന്റെ പരിസരത്തേക്ക് പോലും ചെന്നില്ല. എന്നിട്ടാണ് എന്റെ കാറിൽ വന്ന് ഇടിച്ചു എന്ന് പിന്നെ ഗവർണർ ആയതുകൊണ്ട്, ഭരണഘടനാ പദവി ആയതുകൊണ്ട് നുണയെന്ന് പറയാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, അസത്യം പ്രചരിപ്പിക്കുന്നത്. അതാണല്ലോ സംഭവിക്കുന്നത്. അങ്ങനെ ഇത്തരം അസത്യങ്ങൾ എന്തിനാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്? അത് മുകളിലുള്ള യജമാന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് 5 പേരുടെ പേര് പറഞ്ഞല്ലോ, ഈ പിന്നെ സുധി ഉൾപ്പെടെ, അജയൻ ഉൾപ്പെടെ 5 RSSകാരുടെ പേര് പറഞ്ഞല്ലോ. ആ പേരിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുകയാണ് Z+ കാറ്റഗറിയിൽ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ. Z+ എന്നുള്ള സുരക്ഷ ആ 5 പേരുടെ കൂട്ടത്തിൽ 6ാമതായിട്ട് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കടന്നിരുന്നു കഴിഞ്ഞിരിക്കുന്നു. അതാണ് യോഗ്യത. അപ്പൊ യോഗ്യത എന്താണെന്നുള്ളത് ഇനി ആരും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ, ഒരാൾക്കും സംശയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോ ഞാനീ പറഞ്ഞ പിന്നെ ഈ ഗവർണർ പദവി എന്ന് പറയുന്നത് അത് പിന്നെ നിയമപരമായ ഒരു അധികാരം അത് മാത്രമേ ഉള്ളത്. പക്ഷെ അദ്ദേഹം കാണിക്കുന്നതോ ആ പദവി തന്റെ ഇത്തരത്തിലുള്ള പൊളിറ്റിക്കൽ വെൻഡേറ്റയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ തിരുമറി നടത്താം, ഡൽഹിയിലിരിക്കുന്ന BJP നേതൃത്വത്തിനെ, RSS നേതൃത്വത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തനിക്ക് ഇവിടൊക്കെ എന്തൊക്കെ ചെയ്യാം, ഇതിന്റെ അൾട്ടിമേറ്റ് എന്താ, ഏറ്റവും അങ്ങേയറ്റം എന്താ? അങ്ങേയറ്റം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു എന്ന് ബോധ്യപ്പെടുത്തണം. അങ്ങനെ ബോധ്യപ്പെടുത്തണമെങ്കിലോ ഈ
ഈ കുട്ടികൾ SFIക്കാര് ഇദ്ദേഹത്തിനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് കൂടെ ഉള്ളവരെ എങ്കിലും ശാരീരികമായി ആക്രമിക്കണം. ഇതാണ് ഗവർണറെ ആക്രമിക്കാൻ അവർ പോവില്ല, നമ്മൾ എല്ലാവർക്കും അറിയാം. പക്ഷെ കൂട്ടത്തിലുള്ള ഒരുത്തരെങ്കിലും ആക്രമിച്ച് കിട്ടിയാൽ അത്രയും നല്ലതായല്ലോ. അതുകൊണ്ടാണ് ഗവർണർ ഒരു ജ്യൂസ് കടയുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഗവർണറുടെ ജ്യൂസ് കട എന്ന് പറഞ്ഞൊരു പേര് ആ നിലവിലെ കടയ്ക്ക് കിട്ടിയെന്നൊരു ഖ്യാതി അല്ലാതെ എന്ത് ഖ്യാതിയാണ് ഈ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ഈ മനുഷ്യൻ ചാൻസലർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഇന്ന് കാണിച്ച നാടകം കൊണ്ട് ഉണ്ടാക്കിയത് എന്നുള്ളത് അദ്ദേഹത്തിനോ അദ്ദേഹത്തിനെ അനുകൂലിക്കുന്ന ആർക്കെങ്കിലുമോ പറയാൻ പറ്റുമെങ്കിൽ ഞാനത് കേൾക്കാൻ കാത് കൂർപ്പിച്ചു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.